ധന്യ, തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടേഴ്സ് പട്ടികയിലെ അസാധാരണമായ ചില സംഗതികൾ, അത് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ഒരു ആരോപണമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ ചില തെളിവുകളടക്കം പുറത്തുവിടുന്നു. അതിൽ കുറച്ചൊക്കെ നമുക്ക് അതിലെന്തൊക്കെയോ അസാധാരണത്വം ഉണ്ടെന്നോ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ്. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നുമില്ല. മാധ്യമങ്ങൾ പ്രവർത്തകരോട് നിരന്തരം ചോദിക്കുന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ളത്? സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എപ്പോഴും മാധ്യമങ്ങൾക്കൊരു ഇരയാണ്. കാരണം അദ്ദേഹത്തിന് വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിനെ പൊരിപ്പിച്ച് ഭയങ്കര സംഭവമാക്കി, ബ്രേക്കിംഗ് ആക്കി വാർത്തകളിൽ കൊടുത്ത് ഒരു BJP വിരുദ്ധത സൃഷ്ടിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ ഒരു മാതൃഭൂമിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇറങ്ങി വരുന്ന വഴി മുതൽ അദ്ദേഹത്തിന്റെ കാറ് വരെ പുറകെ ഓടുന്നുണ്ട്. ബൈറ്റിന് എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ സംഭവമാക്കി കാണിക്കാം. കുറച്ച് റേറ്റിംഗും ആ സമയത്ത് അവർക്ക് കിട്ടും. അതിന്റെ ഒരു സുരേഷ് ഗോപിയെ വെച്ച് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല, കാറിൻ്റെ അകത്ത് കയറിപ്പോയി. ഒരു ജനപ്രതിനിധി എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയാം, ആ സമയത്തെ ഞാൻ പ്രതികരിക്കൂ എന്നത് അദ്ദേഹം നേരത്തെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു സിനിമാക്കാരനെ പോലെ അധികം പെരുമാറുന്നു എന്നൊക്കെ പലരും പറയും. സുരേഷ് ഗോപി സംസാരിച്ചാൽ കുറ്റം, സംസാരിച്ചില്ലെങ്കിലും കുറ്റം. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ എവിടുന്ന് വരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം. ഉദാഹരണം പറഞ്ഞപ്പോൾ പുള്ളി ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഹോട്ടൽ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കണം. പെട്രോൾ പമ്പിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ പെട്രോളിനെ കുറിച്ച് ചോദിക്കണം. ആ ഒരു ലൈനാണ് എടുത്തത്. അല്ലാണ്ട് പുള്ളി മറുപടി പറയാതിരുന്നില്ല. അല്ല, അതൊക്കെ ഒരു ട്രോളായിട്ട് നമുക്ക് കാണാം. ഈ സുരേഷ് ഗോപിയെ കാണും. ഇപ്പൊ എന്തുകൊണ്ട് പിണറായി വിജയനെ കാണുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യങ്ങൾ ചോദിച്ചു? എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. മകൾ വീണയെ കുറിച്ച് ചോദിക്കാം, മരുമകൻ റിയാസിനെ കുറിച്ച് ചോദിക്കാം, ഇവിടെ നിന്നത്തെ റോഡുകൾ പഠിക്കാൻ അങ്ങ് ഇറ്റലിയിലോ ജർമ്മനിയിലോ പോയി അതിനെക്കുറിച്ച് ചോദിക്കാം, വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിച്ചിലിനെ കുറിച്ച് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇവരാരും CPM നേതാക്കളുടെ പുറകെ പോകാത്തത്? ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ പുറകെ പോകാത്തത്? എന്താണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ മറ്റു രാജ്യങ്ങൾ ചെന്നിരുന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പുറകെ പോകാത്തത്? അപ്പോൾ ഇവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ ഒരു CPM കാരനോ കോൺഗ്രസ്സുകാരനോ ആയിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ വോട്ട് ചർച്ചയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇവിടെ ആരും മിണ്ടില്ല, ഇവിടെ ആരും ചോദിക്കില്ല. അതേ സ്ഥാനത്താണ് സുനിൽകുമാറും അവിടെ മത്സരിച്ചത്. സുനിൽകുമാറിന്റെ മണ്ഡലത്തിൽ പോലും സുരേഷ് ഗോപിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അപ്പോൾ സുനിൽകുമാറിന്റെ മണ്ഡലത്തിൽ വോട്ട് ചോർച്ച നടന്നോ? അതും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതുപോയിട്ട് സുരേഷ് ഗോപി ജയിച്ചത് 70,000 വോട്ടിനാണ്. 11 വോട്ടിന്റെ തിരിമറിയാണ് ഇവർ പറയുന്നത്. ആ 11 വോട്ടിനല്ല സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. 70,000-ന് മുകളിൽ വോട്ടിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ച കുറെ മാപ്രകൾക്ക് നമ്മുടെ വർഗമാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചില മാപ്രകൾക്ക് ചില അസ്വസ്ഥതയും അസഹിഷ്ണുതയും ആ സമയം മുതലുണ്ട്. അതുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളത്ത് സുരേഷ് ഗോപി കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പുകിലൊക്കെ ഇവിടെ ഉണ്ടാക്കി. എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഓരോ ചാനലിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു മെയിൻ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാണ്, പിന്നെ ജോലി രാജിവെച്ച് ഇറങ്ങി. എന്തുകൊണ്ട് ഇറങ്ങി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം മനസ്സമാധാനമല്ലേ, അത് തരാത്തിടത്ത് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അത്രമാത്രം മാനസികമായി നമ്മളെ പ്രഷർ ചെയ്ത് നമ്മളെ ഒരു തരത്തിലും ജോലി ചെയ്യാനോ മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാനോ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കൊപ്പമുള്ളവരെ പോലും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചികഞ്ഞു പോയി അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു. ശരിയാണ്, മാധ്യമ പ്രവർത്തകരാണ്, എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് എത്തിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. സുരേഷ് ഗോപിയെ ചൊറിയുമ്പോഴും സുരേഷ് ഗോപിയെ തോണ്ടുമ്പോഴും സുരേഷ് ഗോപിയുടെ വായിലിരിക്കുന്നത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടി അത് ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഈ ഉത്സാഹവും ജിജ്ഞാസയും കാണിക്കുമ്പോഴും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ എല്ലാവരും ഓക്കെ ആണോ എന്നൊരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഇത് ഒരു മാധ്യമ സ്ഥാപനത്തിലല്ല, ഒട്ടനവധി. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ഒരു മാധ്യമ സുഹൃത്തിനെ എനിക്കറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഇപ്പോൾ 500 രൂപ ഡെയിലി കിട്ടും, അല്ലെങ്കിൽ 300 രൂപ കിട്ടും. ആ കിട്ടുന്നതിനൊരു സമാധാനമുണ്ട്. എൻ്റെ ഇഷ്ടമുള്ള സമയത്തിന് എനിക്ക് എണീച്ച് പോയാൽ മതി. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് ആരും അടിച്ചേൽപ്പിക്കില്ല. ഇതാണ് ഇവിടുത്തെ അജണ്ട എന്ന് പറഞ്ഞ് എന്നെ ആരും ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. ഇതാണ് ഏറെക്കുറെ ഈ നമ്പർ 1 ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങളും നടക്കുന്നത്. ഇവർക്കൊക്കെ ഒരു ഇടതുപക്ഷ അജണ്ടയുണ്ട്.
ഈ ഇടതുപക്ഷ അജണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് അജണ്ട, ഇതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു സ്ത്രീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക പുറത്തു കൊണ്ടുവന്നത് മുതൽ ഈ ഒരു മാധ്യമപ്രവർത്തകർ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവകാശപ്പെടുന്ന ഒരു ലേഡി ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ മണ്ടത്തരമായ ചോദ്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് കിട്ടുന്ന മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളാവുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം തന്നെ കിട്ടണമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമുള്ളൂ. ഞാൻ ചോദിക്കുന്ന പ്രേംലാൽ ഏട്ടനെ തിരിച്ച് എന്നോട് എന്ത് പറയണം എന്നുള്ളത് പ്രേംലാൽ ഏട്ടന്റെ പിന്നെ യുക്തിക്കനുസരിച്ചാണ്. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഒരു വിള്ളൽ വീണു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി പറയും, പിന്നെ പ്രേംലാൽ ഏട്ടൻ ചിലപ്പോൾ നിഷ്പക്ഷമായിരിക്കും അതിനെ കാണുന്നത്. നമ്മുടെ രണ്ടുപേരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ MP ഓഫീസിന് മുന്നിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഒരു CPM പ്രവർത്തകൻ കരിയോയിൽ ഒഴിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ഇയാൾക്ക് എന്താണ് അവകാശം ഒരു MP-യുടെ ഓഫീസിന്റെ ബോർഡിന് മുകളിൽ കരിയോയിൽ ഒഴിക്കാൻ? സുരേഷ് ഗോപി എന്ത് തെറ്റാണ് ചെയ്തത്? സുരേഷ് ഗോപി വോട്ട് മറിക്കുന്നതോ വോട്ട് പിന്നെ കള്ള വോട്ട് ചെയ്യിപ്പിക്കുന്നതോ ആരെങ്കിലും ഇതിന്റെ അകത്ത് പിടിച്ചിടുന്നതോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങൾ കണ്ടോ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പല CPM നേതാക്കളും ഇപ്പൊ ഈ കാലാകാലങ്ങളിൽ ജയിച്ചു വരുന്നത് CPM കോൺഗ്രസും അല്ലേ? ആദ്യമായിട്ടല്ലേ BJP ജയിക്കുന്നത്? ചില ആരോപണങ്ങളുണ്ട് തന്നെയാണ്. ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അതിൽ അന്വേഷിച്ച് കൃത്യമായ കണ്ടെത്തലുകൾ നടത്തണം. ഇപ്പൊ കർണാടകയുമായാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. കർണാടകയിൽ തന്നെ മന്ത്രി പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കാലത്താണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്, അതായത് കോൺഗ്രസിന്റെ കാലത്ത്. നമ്മളിനാണ് ഇതിൽ ലജ്ജിക്കേണ്ടത്. കാരണം നമ്മുടെ കാലത്ത് ഉണ്ടാക്കിയ പത്രികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളാണത് തിരുത്തേണ്ടത്. ആ തിരുത്താതെ പല ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ട് ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദി ജയിച്ച സമയത്ത് ഈ വോട്ടർ പട്ടികയെ പിടിച്ചു വരുന്നത് ശരിയല്ല എന്നൊരു സത്യസന്ധമായ കാര്യം കോൺഗ്രസിലെ തന്നെ ഒരു നേതാവ് തുറന്നടിച്ചു. അപ്പോഴാണ് ഇവർ അദ്ദേഹത്തെ എന്തിനാണ് KN രാജനെ രാജിവെച്ചത്? സഹകരണ വകുപ്പ് മന്ത്രി എന്തിനാണ് ഹൈക്കമാൻഡ് രാജിവെപ്പിച്ചത്? അദ്ദേഹം അഴിമതി നടത്തിയിട്ടല്ല, അദ്ദേഹം ആരെയും കൊന്നിട്ടല്ല, അദ്ദേഹം ആരെയൊന്നും ഒന്നും വാങ്ങിയിട്ടല്ല. അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ക്രൂശിച്ചത്, അദ്ദേഹത്തെ രാജിവെപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മകനെയും ഇപ്പോൾ രാജിവെപ്പിച്ചിരിക്കുന്നു. അപ്പോ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. അത് വർഷങ്ങളായി, കാലങ്ങളായി. 70 വർഷം ഭരിച്ചത് കോൺഗ്രസ് ആണ്. 10 വർഷമേ BJP ഇവിടെ ഭരിച്ചിട്ടുള്ളൂ. ഈ 70 വർഷം ഭരിച്ച കോൺഗ്രസിന്റെ 70 വർഷം മുതലുള്ള കാലഘട്ടത്തെ പരിശോധിക്കണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. മാറിയും തിരിഞ്ഞും ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടിക പരിശോധിക്കണം. ഇവിടെ കൂടെ രാജഗോപാലും സുരേഷ് ഗോപി മാത്രമല്ല BJPക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജയിച്ച 2 ആളുകളുള്ളൂ. അതിനും ശേഷവും മുൻപും ഒക്കെ ജയിച്ചത് CPM-ഉം കോൺഗ്രസുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വോട്ടർ പട്ടികകൾ മുഴുവൻ പരിശോധിക്കും. ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് ചെയ്തതുപോലെ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ ആ മണ്ഡലത്തിൽ കൃത്യമായി എത്ര വോട്ടുണ്ട്, ഇരട്ട വോട്ട് എത്ര എണ്ണമുണ്ട്, കള്ള വോട്ടുകൾ എത്ര എണ്ണമുണ്ട്, ഇതൊക്കെ പരിശോധിച്ച് കൃത്യത വരുത്താനുള്ള ഉത്തരവാദിത്വം അതാത് മണ്ഡലത്തിലെ ആളുകൾക്കുണ്ട്, അതാത് ജനപ്രതിനിധികൾക്കുണ്ട്. അത് ചെയ്യാതെ കുറെ വർഷത്തിന് ശേഷം, അങ്ങനെയാണെങ്കിൽ റായ്ബറേലില് പിന്നെ രാഹുൽ ഗാന്ധി ജയിച്ചിടത്തുമുണ്ടല്ലോ തിരിമറികൾ, എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല?